I'm sending you out 2 by 2, proclaiming as you go, the kingdom of heaven is at hand. Heal the sick, cast out demons. ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലിബ്ര ഭാരതത്തിൽ കൊളുത്തിയ വിശ്വാസ ദീപം അണയാതെ സൂക്ഷിക്കുവാൻ സ്വജീവിതം ഒഴിഞ്ഞുവെച്ച അനേകം മിഷണറിമാർ നമുക്കുണ്ട്. ഏത് ഇരുട്ടുപറ്റിയ കഠോര കാലഘട്ടത്തിലും ആത്മബലി സന്നദ്ധതയോടുകൂടിയ സൂര്യ തേജസ്സുകൾ ഉദിച്ചുയരാം, പ്രപഞ്ചിക്കാം, വഴിതെളിക്കാം. അവരിലൊരായി ദാരിദ്ര്യമെന്ന വ്രതം നെഞ്ചിലേറ്റി പാവങ്ങളിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരുടെ സേവനത്തിനായി അവരിലേക്ക് ഇറങ്ങിച്ചെന്നു രക്തസാക്ഷിയായി തീർന്ന രക്തപുഷ്പം വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയെ ഞങ്ങൾ സ്മരിക്കുന്നു. മകളുടെ ഘാതകനെ സ്വന്തം മകനായി ഏറ്റെടുത്ത ആ സിസ്റ്ററിന്റെ കുടുംബം ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ആൾരൂപമായി ലോകത്തിൽ ക്രിസ്തുവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്നു. ക്ഷമയിലൂടെയും സ്നേഹത്തിലൂടെയും ദൈവവചനത്തിന്റെ പ്രഘോഷകരായി നമ്മൾ മാറുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു വചനത്തിന്റെ നീർച്ചാലുകൾ. വന്ന് ജയിലിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെ. ശരിയാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത്രയും വേദമായല്ലോ. ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? പിന്നല്ലാതെ നമുക്ക് എവിടെ പോകാനോ? ഒരു ചെറിയ മോഷണം, ഒരു ചെറിയ പിടിച്ചുകറി, എന്നിതാ ഇവിടെ തന്നെയാണ്. നമ്മളൊക്കെ സർക്കാരിന്റെ അതിഥികളാ. അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ മധ്യപ്രദേശ് സർക്കാർ എന്താ പണി? അതന്നെ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ വളരെ മോശം. അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ. ഓ, അതിന് ഞങ്ങൾ ഏത് കമ്പനിയുടെ ടീനാ? അതിന് ആരാ പറഞ്ഞ കമ്പനിയുടെ ആണ്? വാട്സപ്പ് ഗ്രൂപ്പില്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഇരുട്ടിലെ ആത്മോദര ഗ്രൂപ്പില്ലേ? ഓ, ഇരുട്ടിന്റെ ആത്മാക്കളോ? അപ്പോൾ അതിന്റെ സാഹിത്യകർമ്മൊക്കെ പോണോ? സാഹിത്യകാരന്മാരൊന്നും അല്ലടോ, ഇരുട്ടിൽ സഞ്ചരിക്കുന്നവരുടെ. അതായത് കള്ളന്മാരുടെ. ഓ, അപ്പൊ ഞാൻ കള്ളന്മാരുടെ ഗ്രൂപ്പിലെ അഡ്മിനാലേ? അതെ, ജയ് എന്ന് വെച്ചാ കേരളത്തെ ജയ്. അവിടെ ചപ്പാത്തി പാട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കൂ. ആണോ? അതെങ്കിൽ കേരളത്തിൽ ട്രൈ ചെയ്തിരുന്നോ പലേ? ഈ സെല്ലിനെ അവനറിയില്ല. 25,000 കൊട്ടേഷൻ കൊല്ലും പറയുന്നു.
ഈ ശ്രീധർ സിംഗ് ഒരു കുത്തയല്ല. സൂക്ഷിച്ചോ, തൊലിയറിയൊക്കെ. എന്താ ഒന്നും പറയില്ല. അപ്പത് ശരി പ്രശ്നം ഉണ്ടാക്കിക്കാണ് നീക്കൊണ്ട് മാറ്റിയതേ വരെ. ആരാ സാറേ ഇത്? ഒരു പാവം കന്യാസ്ത്രീ 54 കുത്തിക്കൊന്ന ഒരു മൃഗമാണവൻ. കന്യാസ്ത്രീയോ? എന്താ പ്രശ്നം? ഒരു പാവം കന്യാസ്ത്രീ കേരളത്തിൽ നിന്നും ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നമ്മുടെ കുറച്ച് പ്രമാണികൾക്ക് അത് സഹിച്ചില്ല. 24 രൂപയ്ക്കാ കൊട്ടേക്കാൻ കൊടുത്തേ. 54 കുട്ടിക ആ പാപ്പനെ കൊന്നേ. എന്നിട്ടിപ്പോ തെരുവിളിക്കുന്നത് വേറെ ആരാണല്ലോ സാറേ? അതോ അതാ കൊട്ടേഷൻ കൊടുത്തറിയാ. 25,000 മാസനെ 5,000 മാസം കൊണ്ടുള്ളൂ. ഇവൻ ജയിലിൽ പോയാ എന്റെ കുടുംബം നോക്കാനും പറഞ്ഞിട്ട് അതും ചെയ്തില്ല. അതിന്റെ ആ ദേഷ്യം. മറ്റുള്ളവർക്ക് വേണ്ടി തല്ലാൻ കൊല്ലാൻ നടക്കുന്ന അവസ്ഥ ഇത് തന്നെ. അവസാൻ ആരുടെയും കത്തിയിലേക്ക് പിന്നല്ലാതെ മതവും രാഷ്ട്രീയം കുറെ പേരെ കൊന്നിട്ടുണ്ട്, കൊലിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നേ കെട്ടിയ അവിടെ ജന്മിവാദിക്കും ചൂഷണത്തിനുമെതിരെ ഗാന്ധിയെ കത്തിയിരുത്താൻ ശ്രമിച്ചതാണ് സിദ്ധ രാഹിമര്യ. വരുമാനത്തിന് വീതം ബാങ്ക് നിക്ഷേപിച്ച് കൃഷി ചെയ്യാനും വട്ടപ്പലിശകളാക്കി മുമ്പ് ജീവിതം പണയം വെക്കാതിരിക്കാൻ മതി തന്നെ അത്രയും. പോത്തുകാരണങ്ങളും അടിമകളുമായി കഴിയുന്ന പോത്രവാസികളെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കുമ്പോൾ അത് ഇവിടുത്തെ ചരാശ്രയരാക്കും പ്രമാണിമാർക്കും ചൊടുപ്പിച്ചിട്ടുണ്ടാകും എന്നത് സ്വാഭാവികം മാത്രം. ആ കന്യാസ്ത്രീ ഇല്ലാതാക്കാൻ അവരിവരെ എത്തിച്ചു. എന്നിട്ട് ബാക്കി എന്താ? എന്നിട്ട് തന്നെ ഇത് ബാക്കിയുള്ള നൽകാൻ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. ദാ, പറ. ഡാ, പറ. ഇന്നും ഞാൻ ഓർക്കുന്ന ആ ദിവസം 1995 ഫെബ്രുവരി 25 അവധിക്ക് സിസ്റ്റർ കേരളത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ഞാൻ ഇനി ഒരിക്കലും സിസ്റ്റർ തിരിച്ചു വരരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. തണുപ്പ് വിട്ടുമാറാത്ത പ്രഭാതത്തിൽ സിസ്റ്റർ ഇൻഡോറിലേക്ക് പോകുന്ന ബസ്സിൽ ഞാനും കയറി. ലാഭോ നദി താണ്ടി ബസ് റോഡിൽ നീങ്ങി. നാച്ചമ്പോർ മലയുടെ അടിഭാഗത്തേക്കിയപ്പോൾ ബസ് നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടു. അവിടെ ഒരു കല്ലമ്പലത്തിന് മുമ്പിൽ ഒരു കല്ല് ഞാനൊരു നായകൻ എറിഞ്ഞു. ആ തേങ്ങ ഞാനിതിനെ കലാരം കൊണ്ട് തോടി ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും വികരണം ചെയ്തു. ഒന്നുമറിയാത്ത സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഇതിൽ എന്താ വിശേഷമെന്ന്. ഞാൻ പറഞ്ഞോ, വെടി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തേങ്ങ എടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. ആ പോസ്റ്റ് കൊണ്ട് ഞാൻ കുത്തി എന്റെ കത്തി വീണ സിസ്റ്ററിനെതിരേക്ക് ഞാൻ നടത്തി. അവരെ ബസ്സിൽ നിന്ന് വെച്ച് പുറത്തേക്കിട്ട് ബസ് ഡ്രൈവറോട് അവരുടെ ശരീരത്തോട് ബൈസ് കയറ്റാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഇത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ കണ്ടിട്ടു കൗണ്ടർ ഞാൻ കുത്തി. അവസാനം പോലീസുകാർ പറഞ്ഞപ്പോഴാണ് ഞാനതറിയുന്നത്. അത് 54 ബുക്കല്ലായിരുന്നല്ലോ. ആ ഇത് സാമേറ്റ് കയറുന്നുണ്ടല്ലോ. ശരിയാണല്ലോ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. ജീവനീഷയുടെ ഭാഗമായി അച്ഛൻ ഇവിടെ വരുമ്പോൾ ഈ ഇരുളിങ് എന്ന തലമുറയിൽ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുന്നത് ഒരാശ്വാസമാണ്. ആദ്യമൊക്കെ നമ്മളെ മതം മാറ്റം വരുന്ന ഒരാളെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും അച്ഛൻ്റെ മതത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. സ്നേഹവും കരുണയും വാത്സല്യമാണ് അച്ഛൻ്റെ വാക്കുകൾ. എത്ര ചുട്ടുപഴുത്ത മണ്ണാണേലും അച്ഛൻ ചെപ്പിടാതെ നടക്കും. അതിൽ കേൾക്കുക ഞാനും ഒരു ക്രിസ്ത്യാനി ആയാലോ എന്ന് ആലോചിക്കുന്നത്. എന്ത് അച്ഛൻ ചെന്നില്ലാതെ നടക്കുന്നത് കേൾക്കുമ്പോൾ അതല്ല, അച്ഛൻ ഒരിക്കലും പറഞ്ഞില്ലേ യേശുക്രിസ്തുവിന്റെ കൂടെ കുരിശിൽ കിടന്നത് ഈ സ്വർഗത്തിൽ പോയെന്ന്. അത് കേൾക്കുക ഒരാശ്വാസം. ഈ ഗോപാൽ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ മകനെ ഞാൻ എൻ്റെ സ്കൂളിൽ ചേർത്തു. ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തോളാം. ആ പിന്നെ അവൻ പഠിക്കാൻ മിടുക്കനാട്ടോ. ഈ റാം എൻ്റെ മകളുടെ ഓപ്പറേഷൻ്റെ കാര്യം അത് ഞാൻ ഡോക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ ജീവിതം വഴി നിൽക്കുന്ന
ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞങ്ങൾ ദൈവത്തെ കാണുന്നു. അച്ഛൻ ഒരുങ്ങി. തെറ്റുകളാൽ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതാവസ്ഥകളും ജീവിത സാഹചര്യങ്ങളുമാണ്. നിങ്ങളെ ഇവിടെ എത്തിച്ചവരാകട്ടെ സമൂഹത്തിൽ മാന്യന്മാരായി കഴിയുന്നതാകും. അവസാന ബലി ദിവസത്തിൽ ദൈവം നെല്ലും പതിരും തെറ്റുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ആയിരിക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. അച്ഛാ സൂക്ഷിക്കണം. ഒരു കന്യാസ്ത്രീയെ കൊന്നവനാ. അവൻ അച്ഛനല്ലോ കന്യാസ്ത്രീയോ ഇല്ല. വല്ലോ വഴക്കി പോകട്ടെ സാർ, നിങ്ങൾ ആരും കേൾക്കണ്ട. ഇവൻ ജയിലിൽ വന്ന കാലം മുതലേ എനിക്കിവനെ അറിയാവുന്നതാണ്. വാ നമുക്ക് പോകാം. സമീന്ദർ, കഴിഞ്ഞ തവണ വന്നപ്പോഴും താങ്കൾ എന്നോട് സംസാരിച്ചില്ല. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് 6th ലൈനിൽ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം. ഒരിക്കൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങും. പക്ഷേ അത് അച്ഛൻ പറയുന്നത് പോലെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാനല്ല. അന്നൊരിക്കൽ കൂടി ഞാൻ എൻ്റെ ആ കഠാരം പുറത്തെടുക്കും. എന്നെ പറഞ്ഞു വിധിച്ച ആ ജീവശിഖിന്റെ ധർമ്മേന്ദ്ര സിംഗിന്റെ ജീവൻ കൂടി ഞാൻ എടുക്കും. ഈ വിദ്വേഷം നിന്നെ രോഗിയാക്കും സമീന്ദർ. നിന്റെ തലവേദനയ്ക്കും ഉറക്കമില്ലായ്മയ്ക്ക് കാണും ഈ വിദ്വേഷമാണെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ പകയുടെ അഗ്നി അത് നീ അണയ്ക്കണം. അല്ലെങ്കിൽ അത് നീ ഇല്ലാതാക്കണം. അണക്കാനോ? ആൾ കത്തിക്കാൻ ഞാനത്. അറിയോ, ഇങ്ങനെ ആസ്ട്രേലിയയിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ 1.5 വയസ്സുള്ള മകൻ മരിച്ചു. ഭാര്യയെ മറ്റൊരാൾ വിവാഹം ചെയ്തു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം. അവരെ കൂടി കൊന്ന് എനിക്ക് ആത്മഹത്യ ചെയ്യാം. അല്ലാതെ ഈ അസുര ജന്മം കൊണ്ട് എന്ത് ഗുണം? ആരെന്നെ സ്നേഹിക്കും, വിശ്വസിക്കും. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് സമീന്ദർ. ഞങ്ങളിൽ ഒരാളായി നീ ഞങ്ങളോടൊപ്പം വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്ങനെയാണ് നിങ്ങൾക്ക് സ്നേഹിക്കാനാകും? നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു സിസ്റ്ററിനെ കൊന്നവനാണ് ഞാൻ. ഞങ്ങളുടെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചത് ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്നാണ്. അന്ന് ആ കാൽവരിയെ മരപ്പൊരിശിൽ അവസാന കൊണ്ട് ചോലയിൽ ഒരു കുന്തമണ കുത്തിയൊക്കെ പറയാതെയോട് ശ്രമിച്ചാണ് ക്രിസ്തുനാഥൻ ഞങ്ങൾക്ക് മാതൃക നൽകിയത്. പാപിയെ സ്നേഹിക്കാനും പാപത്തെ വെറുക്കാനുമാണ് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്. അച്ഛനെ സ്നേഹിക്കില്ലെന്നുള്ളത് അത് അച്ഛൻ്റെ വലിയ മനസ്സ്. പക്ഷേ ആ സിസ്റ്ററുടെ വീട്ടുകാർ, അവരുടെ അപ്പച്ചനും അമ്മച്ചിയും അവർക്ക് എന്നോട് കൊടുക്കാനാകുമോ? അവരുടെ ശാപം ഈ ജന്മം മുഴുവൻ എന്നെ പിന്തുടരുകയും. 1.5 വയസ്സുള്ള എൻ്റെ മകൻ മരിച്ചപ്പോഴുള്ള വേദന എനിക്കറിയാം. അപ്പോൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അവരുടെ പൊന്നു മകളിൽ കൊന്നൊരാളോട് അവർക്ക് എങ്ങനെ ശപിക്കാതിരിക്കാനാകും? ഇവിടെ ആർക്ക് തെറ്റുപറ്റിയിരിക്കുന്ന സമീപൻ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ശപിക്കാൻ കഴിയുകയില്ല. നിന്റെ സമ്മതത്തിനായി സിസ്റ്റർ റായി മലയിലെ 5 സിസ്റ്റർ സെൻഡ് അവർ അവിടെ പുറത്ത് കാത്തുകൊണ്ട് ഞാൻ അവരെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ട് വരട്ടെ. എന്ത് പരിഹാരം ചെയ്താലും എൻ്റെ തെറ്റിന് പകരമാകില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ചോദിച്ചോട്ടെ, എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്ക് എൻ്റെ സ്വന്തനാകെ പറ്റി എന്ത് സഹോദരനോ? അത് താങ്കൾക്ക് എൻ്റെ സുഹൃത്തിനാകാൻ പറ്റി.
സഹോദരില്ലാത്ത ഈ പേരുകൾ ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങളിൽ ഞാനിപ്പോൾ ദൈവത്തെ കാണുന്നു. ആ ദൈവത്തെ അനുഭവിച്ചറിയുന്നു. അന്ധകാലത്തിൽ ചലച്ചിരുന്ന രീതി നിങ്ങളിപ്പോൾ ഒരു വെളിച്ചമാണ്. तेरे दरबार में आया हूँ मैं यहाँ यीशु तेरे दरबार में आया हूँ मैं यहाँ यीशु तेरे दरबार में हो तेरी स्तुति दरबार में हो आराधना दरबार में हो दरबार में हो आराधना आया हूँ मैं यहाँ मैं आशिक तेरा यीशु मैं आशिक तेरा यीशु मैं आशिक तेरा आशिक हूँ मैं तेरा मैं ना शर्माऊंगा आशिक हूँ मैं तेरा मैं ना घबराऊंगा आशिक हूँ मैं तेरा मैं ना शर्माऊंगा आशिक हूँ मैं तेरा मैं ना घबराऊंगा यीशु तू मेरा जिंदा खुदा तू ही तो मेरा है मसीहा यीशु तू मेरा जिंदा खुदा तू ही तो मेरा है मसीहा अरे दाऊद की तरह मैं नाचूंगा यीशु मैं नाचूंगा मैं आशिक तेरा यीशु मैं आशिक तेरा அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது கவலைப்படாத 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 அற்புதங்கள் குவிய போகுதே அற்புதங்கள் குவிய போகுதே சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு நிறைவேறாத வாக்குத்தத்தங்கள்